എടപ്പുഴ വാളത്തോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. 2 ദിവസങ്ങളിലായി കാട്ടാനകൾ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. മലയോരത്തെ കർഷകർ മറ്റൊരു കുടിയിറക്ക് ഭീഷണിയിലാണ്. 1940കളിലെ ഐതിഹാസികമായ മലബാർ കുടിയേറ്റ സമൂഹത്തിന്റെ 4ാം തലമുറയാണ് ഇന്ന് വന്യമൃഗ ശല്യം കാരണം ഭൂമി ഉപേക്ഷിച്ച് കുടിയിറങ്ങുന്നത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ വാളത്തോട് മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. ഇമ്മാനുവൽ മങ്കത്താനം, ഫിലോമിന തകിടിയേൽ എന്നിവരുടെ കൃഷിസ്ഥലത്താണ് ആനകൾ നാശം വിതച്ചത്. വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇവരുടെ കൃഷികളായ വാഴ, കവുങ്ങ്, തെങ്ങ്, കപ്പ, ഇഞ്ചി തുടങ്ങിയ കൃഷികൾ കാട്ടാന നശിപ്പിച്ചു. ഒരു 2 മണിക്ക് ശേഷമാണ് ഇവിടെ വന്നത്. ഞങ്ങൾ വിവരം അറിഞ്ഞായിരുന്നു, ഒച്ച കേട്ടു. പക്ഷേ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പുറത്തിറങ്ങാൻ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ ഇറങ്ങി നോക്കിയില്ല. രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോഴാണ് ഇതെല്ലാം നശിപ്പിച്ച് വീട്ടിരിക്കുന്നത് കണ്ടത്. എന്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്? ഒരു 150 കപ്പ, ഒരു 8-10 വാഴ, 10 വാഴയല്ല, അതിൽ കൂടുതൽ വാഴയുണ്ട്. തെങ്ങ് 3 തെങ്ങിൻ്റെയും ഒരു വലിയ തെങ്ങ്, ഇത്രയും നശിപ്പിച്ചിട്ടുണ്ട്. കപ്പയെല്ലാം പറയും കുറേ 15 കണ്ടം ഇഞ്ചി ഉണ്ടായിരുന്നു, അതെല്ലാം ചവിട്ടി എല്ലാം കളഞ്ഞു. ഇത് 2-3 ദിവസമായിട്ട് ആന ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഇതിന് മുമ്പ് ഇതിൻ്റെ കഴിഞ്ഞ രാത്രിയിൽ ഇതിൻ്റെ അടുത്തൊരു വീട്ടുകാരുടെ കുറേ വാഴ എല്ലാം നശിപ്പിച്ച് കളതാണ്. അത് തന്നെ ഇതിലെ മുകളിൽ ഇറങ്ങി വരുന്നതെന്നാണ് നമ്മുടെ വിചാരം. ഞായറാഴ്ച രാത്രിക്കാണ് തോന്നുന്നു. രാത്രിക്ക് വന്നിട്ട് ഉദ്യോഗി വന്നിട്ടാണ് ഇതെല്ലാം നശിപ്പിച്ചത്. ഞങ്ങൾ വീട്ടിൽ ഉറക്കത്തിലായിരുന്നു, അറിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ കണ്ടത്. വാഴ മാത്രമേ പോയിട്ടുള്ളൂ? വാഴയാണ് പോയത്. പിന്നെ കവുങ്ങ് 1-2 കവുങ്ങ് അധികം പോയിട്ടില്ല, വാഴയാണ് ഒടിച്ചിട്ടുണ്ട്. കവുങ്ങ് ഒടിച്ചിട്ടുണ്ട്. മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക 9447691771 7593978255 8072751916. ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം.